സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മാണം നടക്കുന്നു എന്ന് നിരവധി തവണ പരാതി ഉയർന്നു കേട്ട കോഴിക്കോട് തൊണ്ടയാട് അവിടെ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായി. അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾ മരിച്ചു. മുന്നറിയിപ്പ് നൽകിയിട്ടും നിർമ്മാണം തുടർന്നതിന് നടപടി ഉണ്ടാകുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ആണ് എന്ന് പ്രദേശവാസികൾ ആരോപിക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മണ്ണിനടിയിൽപ്പെട്ടത്. ഇതിൽ 2 പേരെ രക്ഷപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൂന്നാമനായുള്ള തിരച്ചിൽ 1.5 മണിക്കൂറിലധികം നീണ്ടു. ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടയിലാണ് ശരീരഭാഗങ്ങൾ കണ്ടത്. ദുർഘടം പിടിച്ചതായിരുന്നു രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും മണ്ണിടിച്ചിൽ. തലനാരിഴയ്ക്കാണ് രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. വലിയ ചെങ്കല്ലുകളാണ് മണ്ണിടിച്ചിലിൽ താഴേക്ക് പതിച്ചത്. ഇത് മാറ്റുക എന്ന ജോലി വിഷമകരം. ആദ്യം ഡ്രില്ലർ ഉപയോഗിച്ച് തുരന്ന് ചെറുകഷ്ണങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം. നിർമ്മാണ ജോലി നടക്കുന്ന സ്ഥലമായതിനാൽ കോൺക്രീറ്റ് തൂണുകളും കമ്പികളുമെല്ലാം പ്രതിസന്ധിയായി. 1 മണിക്കൂറിലധികം സമയം ഇങ്ങനെ മണ്ണ് മാറ്റുന്ന ജോലി നടന്നു. കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കണമെന്ന ആവശ്യമുയർന്നു. തൊട്ടു പിന്നാലെ ഹിറ്റാച്ചിയും JCBയും എത്തിച്ചു. ഹിറ്റാച്ചി കൊണ്ട് മണ്ണ് നീക്കുന്നതിനിടയിലാണ് മണ്ണിലകപ്പെട്ട ആളുടെ ശരീരഭാഗങ്ങൾ കണ്ടത്. പക്ഷേ മണ്ണു മാറ്റി പുറത്തെടുക്കാൻ പിന്നെയും 1/2 മണിക്കൂറിലധികം സമയം കഴിഞ്ഞു. 4 ദിവസം മുൻപും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിനു മുൻപും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. നിർമ്മാണ പ്രവർത്തനത്തിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന പ്രദേശവാസികൾ. കലക്ടർക്കും കോർപ്പറേഷനിലും പോലീസിലും മുഖ്യമന്ത്രിക്കും വരെ പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ വരെ ഞാൻ കയറിയിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡറും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തിട്ട് ഇവർ പണി നടത്തിയതുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് അവിടെ എന്തെങ്കിലും അക്രമം നടന്നാലേ ഞങ്ങൾ വരുള്ളൂ, ആ വഴി തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമേ ആ ഓർഡറിലുള്ളൂ. ഈ സൈഡിലുള്ള മതിൽ ഒന്നായിട്ട് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴേ പറഞ്ഞാണ് നിർത്ത്, ഞങ്ങൾക്കത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവരത് സ്റ്റേ ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ വർക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായത്. സ്ഥലം സന്ദർശിച്ച അഹമ്മദ് ദേവർകോവിൽ MLA കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. MLA എന്ന നിലയിൽ തനിക്കിതുവരെ പരാതി ലഭിച്ചിട്ടില്ല. ശ്രദ്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ എൻ്റെ അടുത്താരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ആരുടെ ഭാഗത്ത് തെറ്റ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് മെഡിക്കൽ കോളേജ് ACP. പരാതി നന്നായിട്ട് പറയുന്നുണ്ട്, നന്നായി പരിശോധിക്കാം. അതുമല്ല ഇത് വളരെ ദാരുണമായ സംഭവമാണ്. അത് കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാവും. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പും ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദും സ്ഥലം സന്ദർശിച്ചു. 2 തവണ നോട്ടീസ് നൽകിയിട്ടും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിൽ നടപടി ഉണ്ടാകുമെന്ന് മേയർ. കെട്ടിടത്തിന്റെ പെർമിറ്റ് റദ്ദാക്കും. 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തു. എന്നിട്ടും ഒരു പണി തുടങ്ങിയപ്പോൾ ഈ നേരിട്ട് വന്ന് അവരോട് പറഞ്ഞ ആളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ടും അത് പരിഗണിക്കാതെയും നിയമലംഘനം തന്നെയല്ലേ അവർ നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനുള്ള പെർമിറ്റ് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ. പരിക്കേറ്റ് ചികിത്സയിലുള്ള 2 തൊഴിലാളികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഇത്രയധികം പരാതികൾ ഉയർന്നിട്ടും എന്തുകൊണ്ട് നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചില്ല? ആരാണ് ഇതിന് ഉത്തരവാദി? പ്രഥമദൃഷ്ട്യാ വീഴ്ച സംഭവിച്ചുവെന്ന് വ്യക്തം. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെന്ന് മെഡിക്കൽ കോളേജ് ACP വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. അപ്പോഴും പ്രദേശവാസികളുടെ പരാതിയിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഷഹദ് റഹ്മാനും ജയൻ കല്യാശ്ശേരിക്കും വിഷ്ണു കച്ചേരിക്കുമൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.